ഇത്രയും വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും രജിസ്ട്രാറായിട്ടുള്ള അനിൽകുമാർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ യാതൊരു കാരണവശാലും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം സെക്യൂരിറ്റി ഓഫീസർക്ക് VC തന്നെ നേരിട്ട് മോഹൻ കുന്നുമ്മൽ നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തെ തടയാൻ വേണ്ടി ആരുമില്ലായിരുന്നു. സെക്യൂരിറ്റി ഓഫീസറോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റു പ്രതിനിധികളോ ഒന്നും തന്നെ അനിൽകുമാറിനെ തടഞ്ഞില്ല. അദ്ദേഹം നേരെ ആസ്ഥാന മന്ദിരത്തിനെത്തി നിയമമാണ് വലുത്, നിയമം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള മിനി കാപ്പൻ കൂടി അല്പസമയത്തിനകം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. നേരത്തെ മാധു പറഞ്ഞതുപോലെ ഈ ഭാരതാംബയുടെ ചിത്രം ഗവർണറുടെ ഒരു പരിപാടിയിൽ ഇവിടെ വച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുത്തുവെങ്കിലും സിൻഡിക്കേറ്റ് കൂടിക്കൊണ്ട് ആ തീരുമാനം റദ്ദാക്കി അനിൽകുമാറിനെ തന്നെ നിലവിലെ രജിസ്ട്രാറെ അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ അത് കോടതിയിലേക്ക് എത്തും മുമ്പ് തന്നെ അദ്ദേഹത്തെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തതുകൊണ്ട് പിന്നീട് സിസ തോമസ് താൽക്കാലിക ചുമതലയുള്ള VC ഇങ്ങോട്ടേക്ക് എത്തുകയും ആ തീരുമാനം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത തീരുമാനം തുടരുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ സിൻഡിക്കേറ്റ് യോഗം കൂടിക്കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും രജിസ്ട്രാറായി ചുമതല ഏൽക്കുകയും ചെയ്തത്. ഇതിനിടെയാണ് ഈ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന സിസ തോമസ് അവരുടെ അധികാര ദിവസം കഴിയുന്നതിന് മുമ്പാണ് ഈ മാണി കാപ്പന് താൽക്കാലികമായിട്ടുള്ള രജിസ്ട്രാറായി ചുമതല ഏൽപ്പിച്ചു. ഇതിനിടെ ഇദ്ദേഹം അനിൽകുമാർ ഇന്നിപ്പോൾ ഓഫീസിലേക്ക് എത്തിയ അനിൽകുമാർ അദ്ദേഹത്തിന് മെഡിക്കൽ ലീവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സസ്പെൻഷനിൽ തുടരുന്ന ഒരാൾക്ക് എന്തിനാണ് മെഡിക്കൽ ലീവ് എന്നാണ് ആ സമയത്ത് VC ചോദിച്ചത്. എന്തായിരുന്നാലും ഈ രജിസ്ട്രാർ ഈ സസ്പെൻഷൻ തുടരുന്നു എന്ന VC പറയുന്ന സമയത്തും രജിസ്ട്രാറായി തന്നെ അനിൽകുമാർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിനകത്തേക്ക് കൂടി അദ്ദേഹം പ്രവേശിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തെ തടയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ നമ്മൾ സിൻഡിക്കേറ്റ് അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ഷിജു ഖാന്റെ പ്രതികരണം തന്നത്. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്, സിൻഡിക്കേറ്റ് യോഗം കൂടിക്കൊണ്ടാണ് ഇവരെ നിയമിക്കുന്ന പ്രതി സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്നാലും ഈ രജിസ്ട്രാർ എന്തായാലും അതുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണ് അന്തിമം. സിൻഡിക്കേറ്റിന്റെ തീരുമാനം കോടതി കൂടി അംഗീകരിച്ചതാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ VC ആരുമല്ല. VC നിയമത്തെ കൂടി വെല്ലുവിളിക്കുന്ന തീരുമാനമാണ് VCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ആ ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി പ്രതികരിച്ചു. എന്തായിരുന്നാലും ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അനിൽകുമാർ രജിസ്ട്രാറായിട്ടുള്ള അനിൽകുമാർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അദ്ദേഹത്തെ ഈ ആസ്ഥാന മന്ദിരത്തിലേക്ക് കയറരുതെന്ന് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഈ സെക്യൂരിറ്റി സർവകലാശാലയിൽ അദ്ദേഹം അവധി കഴിഞ്ഞ് ജോലിയിൽ തിരിച്ച് പ്രവേശിക്കുകയാണല്ലോ. അദ്ദേഹം ഇന്ന് ഈ സമയത്ത് എങ്ങനെ എത്തുന്നുണ്ടോ? അല്ല VC മോഹൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമോ? ഇന്ന് സിസ തോമസ് സ്ഥാനം ഒഴിയുകയാണല്ലോ. മോഹൻ കുന്നുമ്മൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ഇന്ന് എത്തില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം വിദേശത്തായിരുന്നു, അവിടെ നിന്ന് തിരികെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം എത്തില്ല എന്നൊരു കാര്യമാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പൊതുപരിപാടി കൂടി മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അവിടേക്കും ഇന്ന് അദ്ദേഹം എത്തില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, രജിസ്ട്രാർ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ VC മറ്റൊരാൾക്ക് കൂടി താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. അത് മിനി കാപ്പനാണ്. അപ്പോൾ മിനി കാപ്പൻ കൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ രജിസ്ട്രാർ ആരാണ് എന്നുള്ള ഒരു കാര്യം യൂണിവേഴ്സിറ്റിയിലെ മറ്റ് അധികൃതർക്ക് പ്രത്യേകിച്ച് ജീവനക്കാർക്ക് പോലും അതൊരു അനിശ്ചിതത്വമായി തുടരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു മൊത്തത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ആരാണ് രജിസ്ട്രാർ എന്നുള്ള ഒരു കാര്യം ഇതുവരെ ആർക്കും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനം അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ അനിൽകുമാർ തന്നെയാണ് ഇപ്പോൾ നിലവിൽ രജിസ്ട്രാറായി തുടരുന്നത്. പക്ഷേ VC പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ മിനി കാപ്പൻ അവിടെ എത്തുന്ന സമയത്ത് ഇപ്പോൾ സെക്യൂരിറ്റി ഓഫീസേഴ്സിന് സിസ തോമസിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും അവർ അവിടെ തടയാൻ എത്തിയില്ല. നമുക്കറിയാവുന്നതാണ് കേരള സർവകലാശാലയിലെ കളം എന്ന് പറയുന്നത് രാഷ്ട്രീയ കളം എന്ന് പറയുന്നത് രജിസ്ട്രാർക്ക് അനുകൂലമാണ്, അനിൽകുമാറിന് അനുകൂലമാണ്. പക്ഷെ അവിടേക്ക് മിനി കാപ്പൻ എത്തുമ്പോൾ അവർ സ്വാഭാവികമായും ആവശ്യപ്പെടുമല്ലോ, അവരുടെ ഓഫീസാണ്, അവർക്ക് ഓഫീസ് ഒഴിച്ചു തരണം എന്നുള്ളത്. മാധു അത് തന്നെയാണ്. കാരണം മിനി കാപ്പൻ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ VC പറയുന്നത് അനുസരിച്ച് മിനി കാപ്പനാണ് രജിസ്ട്രാറിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് രജിസ്ട്രാറായി മിനി കാപ്പൻ ഇവിടെ എത്തുമ്പോൾ ആ ഓഫീസിന്റെ അകത്ത് രജിസ്ട്രാർ എന്ന പദവിയിൽ ഇപ്പോഴും തുടരുന്ന അനിൽകുമാറിനെ അവിടെ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി മിനി കാപ്പൻ ആവശ്യപ്പെടും. ആ ഒരു സമയത്ത് സെക്യൂരിറ്റി ഓഫീസർ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നാണ് നമുക്കറിയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്നാലും മറ്റ് രാത്രി ഉദ്യോഗസ്ഥരെല്ലാവരും അവരെല്ലാം നിയമിച്ചിരിക്കുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് മറികടന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സെക്യൂരിറ്റി ഓഫീസറിന് എത്താൻ സാധിക്കില്ല. പക്ഷേ ഈ VC ഇപ്പോൾ
മിനി കാപ്പനെയാണ് ഇതിൻ്റെ അകത്ത് രജിസ്ട്രാറായി നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് VC ഈ രജിസ്ട്രാറായി മിനി കാപ്പൻ എത്തുമ്പോൾ അവർ അത്തരത്തിൽ തൻ്റെ ഓഫീസിൽ നിന്ന് അനിൽകുമാറിനെ പുറത്താക്കണമെന്നുള്ളൊരു നിർദ്ദേശം സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിക്കഴിഞ്ഞാൽ ഇവർ ആരുടെ വാക്കുകൾ അനുസരിക്കുമെന്നുള്ള ഒരു കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്, മിനി കാപ്പൻ ഇങ്ങോട്ടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അനിൽകുമാറിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ തടയുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ശ്രദ്ധേയമാണ്.